സാരി ഉസ്താദിന്റെ ഫോട്ടോ എടുത്ത് വെച്ച് തലവെട്ടി മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ അല്ലാ, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. നമ്മുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ കുരങ്ങന്റെ ഫോട്ടോ വെക്കുന്നുണ്ടാവും. ആരെങ്കിലും ഒരാൾ ട്രോൾ ചെയ്യപ്പെടുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോലെ, ആരെങ്കിലും പരിഹസിച്ചാൽ പേടിച്ചു പോകേണ്ടവനാ നമ്മള് അല്ല. പറയുന്ന ആശയത്തിൽ ദൃഢതയോടുകൂടി നമ്മൾ ഉറച്ചു തരും. ചീത്ത വിളിക്കും, പരിഹസിക്കും, ആക്ഷേപിക്കും, നമ്മുടെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുണ്ടാക്കും. അപ്പോഴെല്ലാം പാറ പോലെ ഇസ്സത്തോടുകൂടി നമ്മൾ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആശയത്തിൽ ഉറഞ്ഞു നിന്നാലോ കാലാന്തരത്തിൽ നമ്മളെ ഓർക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ യാസീൻ സൂറത്തിലെ ആ ഭാഗം എഴുതി. ഏതാ ഭാഗം ഞാൻ ഓതിയത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയ കാര്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. അത് നമുക്ക് ശേഷം വരുന്ന ജനതയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. മനുഷ്യന്റെ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തു പറയാനും ഒരു ഉളുപ്പില്ലടോ. ഒരു ഉളുപ്പെന്ന് പറയുന്നത്, മനസാക്ഷി എന്ന് പറയുന്നത് ഇന്നത്തെ പലർക്കും ഇല്ലാതെ പോകുന്ന മനുഷ്യന്. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ നാട്ടുകാരൻ, ആലപ്പുഴ ജില്ലക്കാരനായ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മിക്കുള്ള കാര്യങ്ങൾക്കും മറുപടി പറയും, പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആലിമായ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുമാകട്ടെ, ഇവിടെ ഒരു ആലിമായ മനുഷ്യൻ, ആ മനുഷ്യനെ എന്ത് വികൃതമായ രീതിയിലാണ് ഇന്നലെയൊക്കെ പത്രങ്ങൾ, ഇന്നലെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു കുരങ്ങന്റെ ഫോട്ടോ ഇട്ടിരിക്കണേ. എന്നാലോചിക്കേ, ഒരു ഉസ്താദിന്റെ ഫോട്ടോ എടുത്തിട്ടേടോ എന്തിന്റെ പേരിൽ? നിറത്തിന്റെ പേരിൽ. അതാ മനസ്സിലാക്കേണ്ടത്. എത്ര വൃത്തികെട്ട പരിപാടിയാ. എടോ, ഒരാളുടെ ആശയങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ ആശയപരമായിട്ട് നേരിടണം. സിറാജ് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആശയപരമായിട്ട് ഈ എന്തിനാ? എടോ, ആ പാവപ്പെട്ട ഉസ്താദിന്റെ നിറം കറുത്തുപോയി, അത് അള്ള കൊടുത്തതല്ലേ. എടോ, കറുപ്പിനല്ലേ 7 അഴക്. ഏറ്റവും കൂടുതൽ സൗന്ദര്യം കറുപ്പിനാ. നമ്മൾ ഈ വെളുത്തവർ ഇങ്ങനെ നടക്കുന്നു. നമുക്ക് ഇന്നത്തെ ഉമ്മത്തിന് കറുത്തവരെ ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ സ്വർഗത്തിന്റെ അവകാശികളായ 4 കറുത്തവരെ നിബിധങ്ങൾ പരിചയപ്പെടുത്തി. അടിമകളായ, കറുത്തവരായ, മുടി ചുരുണ്ടുപോയ, നീഗ്രോയായ, നീളം കുറഞ്ഞുപോയ 4 പേര് സ്വർഗത്തിലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിറം കറുത്തതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര സന്തോഷമെന്നറിയുമോ? പക്ഷെ എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. ആ പ്രിയപ്പെട്ട ഉസ്താദിനെ വളരെ മോശമായ രീതിയിൽ, ഇത്രയും മോശമായ രീതിയിൽ അദ്ദേഹത്തെ അവഹേളിച്ചപ്പോ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ അമുസ്ലിമീങ്ങളായിരുന്നു. എല്ലാരും മതഭ്രാന്തന്മാരൊന്നുമല്ല, എല്ലാ വിഭാഗത്തിലും ഉണ്ട്. തലയ്ക്ക് പിടിച്ച കുറെ എണ്ണം, അമിതമായി പോകുന്ന ഒരുപാട് പേര് ആ പാവപ്പെട്ട ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിച്ചപ്പോ അത് ശരിയല്ല എന്ന് പറയാൻ ഇവിടുത്തെ ഹൈന്ദവൻ തയ്യാറായി. എത്രയോ ക്രിസ്തുമത വിശ്വാസികൾ, എത്രയോ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യൻ എത്രത്തോളം മതപ്പതിച്ചു പോകുന്നു, നാണം കെട്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ രീതിയിലും മനുഷ്യൻ അധപ്പതിക്കുകയാ. എന്താ ഇതിന്റെ കാരണം? ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഫത്വ പറയുന്നത് മൊത്തം തട്ടവിട്ട താത്താമാരാ. എടാ, ഒരു കോലം കണ്ടാ മനസ്സിലാക്കണം എന്തൊക്കെയാ കയറിയിരുന്ന് പറയുന്ന ഖുർആനിന്റെ ആയത്തുകൾ. ഒരു ഭാഗത്ത് ഉസ്താദന്മാരും മറുഭാഗത്ത് മറ്റുള്ളവര്. ഉസ്താദന്മാരും ഉണ്ട്, എല്ലാം പറയണമല്ലോ. എടോ, ആവശ്യമുള്ളതല്ലേ പറയാൻ പാടുള്ളൂ. ചില സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന സൗദി അറേബ്യയിലല്ലല്ലോ നീ പറയുന്നത്, നീ കേരളത്തിലല്ലേ, ഇന്ത്യയിലല്ലേ. ഇവിടുത്തെ ന്യൂനപക്ഷമല്ലേ നമ്മൾ. ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗത്തിന്റെ കീഴിൽ കിടക്കുമ്പോ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളില്ല. വായി തോന്നുന്നത് കയറി പറയാ, അത് കേൾക്കാൻ കുറെ എണ്ണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അധപ്പതിക്കുന്നത്? എന്തു ചെയ്ത ഉസ്താദ്, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. അപ്പൊ മാപ്പ ചോദിക്കുന്നു, ഉസ്താദ് ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്, ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയേ? എടാ, നമ്മൾ ചോദിക്കും, പഠിച്ചു ഇപ്പൊ റബീഉൽ അവ്വൽ വന്നു, നബിദിനത്തിലെ കുറ്റം പറയുന്നവൻ, നബിയെ കുറ്റം പറയുന്നവൻ, കളിയാക്കുന്നവൻ, ഈ സുന്നികളായി നമ്മളെയൊക്കെ വിമർശിക്കുന്നവർ, ഇവനെയൊക്കെ കാണുമ്പോൾ ചോദിക്കും, ഉസ്താദ് ഇവൻ മരിച്ചു പോണ്ടവനാണെന്നുള്ള ചിന്തയില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഇവരിങ്ങനെ ആകാനുള്ള കാരണം? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ സമുദായം 73 വിഭാഗമാകും. 73-ൽ 72 നരകത്തിലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി. മുത്തുനബിയുടെ സമുദായം എത്ര വിഭാഗമാകും? ഉറക്കെ പറഞ്ഞ എത്ര വിഭാഗമാകും? 73. ഇതിൽ എത്ര എണ്ണം നരകത്തിൽ പോകും? 72 നരകത്തിൽ പോകും. ഒറ്റ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
ഈ 73നോടും ഈ 72 വിഭാഗത്തോടും ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാന്ന് വെച്ചാൽ എല്ലാവരും പറയും ഞങ്ങളാണ്. എല്ലാവരും പറയും ഞങ്ങളാണെന്ന്. അതാ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് വല്ലാതെ ഭയപ്പെടണം. എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ കേട്ടിട്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല? നസീഹത്ത് കേട്ടിട്ട് നന്നാകാൻ പറ്റുന്നില്ല. താത്താമാര് വഴുത് കേൾക്കാഞ്ഞിട്ടാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നെഞ്ചത്ത് കൈവച്ച് പറയും ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണ ആരാ? താത്താമാര്. പെണ്ണുങ്ങളാ ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആണുങ്ങൾ പിന്നെ വഴുത് കെട്ടിട്ട് ഉറങ്ങാറാ. എന്നോട് തന്നെ പലരും പറയും ഉസ്താദെ നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഉറങ്ങണേന്ന്. എനിക്ക് ഓനെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നും. കാരണം വഴുത് കെട്ടിട്ട് ഉറങ്ങാ ചെയ്യാ. ഇവിടെ വഴുത് കെട്ടിട്ട് നന്നാകല്ലേ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വഴുത് കെട്ട് നന്നാകുന്നവരെ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കുമാറാകട്ടെ. പണ്ടത്തെ കാലത്ത് വഴുത് കെട്ടിട്ട് ജനങ്ങൾ മജ്ലിസിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും. വഴുത് കെട്ടിട്ട് മരിച്ചു പോകും മനുഷ്യന്മാര്, മയ്യത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പൊ വഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവൻ ചിരിച്ചുകൊണ്ടാ പോണേ. ഉസ്താദിന്റെ കോമഡി കേട്ടിട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തു പറ്റി നമുക്ക്? സിറാജ് സ്വന്തം ചിന്തിക്കണം. അല്ലാ 40-40 വയസ്സാകാറായി. പടച്ചവനെ ഖുർആൻ കേട്ടു, ഖുർആൻ പഠിച്ചു, ഖുർആൻ പറയുന്നു. എന്നിട്ട് എനിക്ക് നന്നാകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? ഞാൻ ചിന്തിക്കണം. ഈ പ്രായമുള്ള ഓരോരുത്തരും ചിന്തിക്ക്. എന്തുകൊണ്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ല? എന്ത് ഉപദേശവും നിന്റെ ഹൃദയത്തിൽ സ്വാധീനിക്കുന്നില്ല. നിന്റെ ഉമ്മ കരഞ്ഞാലും നിന്റെ വാപ്പ കരഞ്ഞാലും മരിക്കുമെന്ന് പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല. അതിന്റെ കാരണം എന്താ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അള്ളാഹു പറയുകയാ. അല്ല പറയുന്നതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ സമുദായം നന്നാകാത്തതിന്റെ കാരണമെന്താ? ഒരു ഉപദേശവും ഹൃദയത്തിൽ ചെല്ലാത്തതിന്റെ കാരണമെന്താ? വമൻ അളിലമു മിമ്മൻ ദുഃഖിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പേടിയോടെ വേണം കേൾക്കാൻ, പേടിയോടെ വേണം കേൾക്കാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാതെ വരുമ്പോ, ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വരുമ്പോ അല്ല തരുന്ന ശിക്ഷയാ, അല്ല തരുന്ന ശിക്ഷയാ. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. നിന്റെ ഹൃദയത്തിലകത്തേക്ക് ഈമാനിന്റെ പ്രകാശം കേൾക്കൂല. എത്ര വഴുത് കേട്ടാലും നീ നന്നാകില്ല. എത്ര കണ്ണുനീര് കണ്ടാലും നിന്റെ സ്വഭാവം മാറൂല. എന്തേ ഉസ്താദേ, ഇവന്റെ ഹൃദയം കരിമ്പാറയെ പോലെ ആയിപ്പോയോ? ഉമ്മയല്ലേ ഉപ്പയല്ലേ? സഹോദരാ, അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വല്ലാഹു പറയുകയാ, നിന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. എന്റെ ഉസ്താദേ, ഇവനെ ഉപദേശം കൊടുത്തിട്ട് നന്നാകാത്തത്. പെങ്ങളെ കേൾക്കൂല, പെങ്ങളെ ചെവി കേൾക്കൂല. ചെവി കേട്ടാലല്ലേ, വഅദ് പറയുന്നത് കേട്ടാലല്ലേ നന്നാകാൻ പറ്റൂ. നിന്റെ കണ്ണുനീര് ഹൃദയത്തിലെത്തിയാലല്ലേ ജീവിതത്തിൽ മാറ്റം വരൂ. ഒരിക്കലും മാറ്റം വരൂല. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു ചെവി അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തവൻ, ആദരിക്കാത്തവൻ, പരിഗണിക്കാത്തവൻ, നിസാരമാക്കുന്നവന്റെ ചെവി അല്ലാഹു അടച്ചു വച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം സീല് വച്ചിരിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞത്, ഫൈൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ.
ഒരിക്കലും അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്ത് കേറൂല, ഈമാൻ കേറൂല, പ്രഭാഷണങ്ങൾ കേൾക്കൂല. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. 40ഉം 50ഉം വയസ്സുണ്ടായിട്ട് നന്നാകാത്ത വാപ്പാ, നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ, നിന്റെ ഹൃദയം അല്ലാഹു സീലടിച്ചിരിക്കുകയാ. 15കാരാ, 18കാരി, 20കാരാ, എന്തേ മോനെ നന്നാകാത്തത്? ഇസ്ലാമിനെ പരിഹസിക്കുന്നവര്, ഇസ്ലാമിനെ നാണം കെടുത്തുന്നവര്, അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കുന്നവര്, പരിഹസിക്കാൻ മറ്റുള്ളവന്റെ മുമ്പിലേക്ക് പരിശുദ്ധമായ ദീനിലെ ഇട്ട് കൊടുക്കുന്നവര്, നിന്റെ ഹൃദയം സീല് വച്ചിരിക്കുകയാ. അതുകൊണ്ടാടാ തോന്നിവാസം കാണിച്ചിട്ട്, എടോ കാണിക്കുന്നതല്ല ഏറ്റവും വലിയ തെറ്റ്, നീയൊക്കെ കാണിക്കുന്നതല്ല തെറ്റ്, ആ കാണിച്ചതെടുത്ത് വീഡിയോ പിടിച്ചിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ്. ദീനിനെ മോശമാക്കാൻ, ദീനിനെ മോശമാക്കാൻ എങ്ങനെ വേണമെങ്കിലും നടക്ക്, എന്തു വേണമെങ്കിലും ചെയ്യ്, നിനക്കതിനുള്ള അവകാശമുണ്ട്, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓണം ആഘോഷിക്കണോ, തുള്ളിച്ചാടണോ, എന്തു ചെയ്യണോ, ഏത് രീതിയിൽ നടക്കണോ, തുണി ഉടുത്തുകൊണ്ട് നടക്കണോ, ഇടാതെ നടക്കണോ, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇന്നാളുണ്ട്, ജയ് വിളിക്കാൻ ആളുണ്ട്, കൂടെ നിൽക്കാൻ ആളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. എന്നാ ഖുർആനിൽ അവസാനത്തെ ആയത്ത് നീയൊക്കെ ഓർത്തു വെച്ചോ. അല്ലാഹുവിന്റെ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്ത് മറക്കല്ലേടാ ചെറുപ്പക്കാരാ, മറക്കല്ലേ പെങ്ങള്. ഫർദയും തലയിൽ തുണിയും ഇട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുന്ന സഹോദരിമാര്, സ്വന്തം മക്കളെ എത്ര വലിയ മോശമായ വൃത്തികേട് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഉപ്പമാര്, നീയൊക്കെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ദീൻ എങ്ങനെയുണ്ടായതാണെന്നറിയോ? ഇതെത്ര പേരുടെ ജീവിതം അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും പരമ്പരയായി പാരമ്പര്യമായി അവരുടെ സമ്പത്തും അവരുടെ ജീവിതവും അവരുടെ ജീവനും കൊടുത്ത് പടുത്തുയർത്തിയ പരിശുദ്ധമായ ദീന്. ഈ ദീനനെയല്ലേ നാട്ടുകാരുടെ മുമ്പിൽ, മറ്റുള്ളവന്റെ മുമ്പിൽ തമാശയാക്കുന്നത്, അവഹേളിക്കുന്നത്, നിസാരമാക്കുന്നത്, നിന്ദിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാ? അല്ലാഹു ചോദിക്കുന്നു, നീയൊക്കെ എവിടെ പോകാനാ? ഓന്തോടുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, ഓന്തോടുന്നതിനൊരു പരിധിയില്ലേ? എവിടെ വരെ പോകാനാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ മുമ്പിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരും, അന്ന് കാണിച്ചു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഖുർആൻ കേട്ടിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അല്ലാഹ്ക്ക് നിന്നെ വേണ്ടാന്ന് എഴുതി തള്ളാൻ സമയമായി. അള്ളാഹുവിന് പറയുന്നു, ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം. ആ ഖുർആൻ മുത്തുനബി കൊണ്ടുവന്നതാ. നബിതങ്ങളോടുള്ള മഹബത്തിന്റെ അടയാളമാണ് പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുക എന്നുള്ളത്. ആ ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. അത് നബിതങ്ങളോടുള്ള മഹബത്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നബിതങ്ങളെ പോലെ നമ്മൾ ഇന്ന് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല എന്നാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനം കാണിക്കണം. പേര് മുഹമ്മദ് എന്ന പേര് കേട്ട സ്വലാത്ത് പറയണം. മുഹമ്മദ് മുഹമ്മദ്. നബിതങ്ങൾ വായിക്കുമ്പോഴാകട്ടെ, എഴുതുമ്പോഴാകട്ടെ, പറയുമ്പോഴാകട്ടെ മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അങ്ങനെ പറയരുത്. എഴുതുന്ന സമയത്താണെങ്കിൽ പോലും അള്ളാഹു നമുക്ക് ബഹുമാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിക്കേ, അള്ളാഹു പോലും മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല നബിതങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും നബിതങ്ങളെ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു വിളിക്കുന്നു, യാ ആദം, ഏ ആദമേ, യാ ആദം, ഏ ആദമേ എന്നാ അല്ലാഹു വിളിച്ചേ. ഇബ്രാഹിം, ഇബ്രാഹിം, ഇബ്രാഹിം എന്നാ വിളിച്ചേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരുടെയും പേരാണ് അല്ലാഹു വിളിച്ചേ.
എന്നാൽ ഖുർആനിന്റെ 114 സൂറത്തിൽ ഒരു സ്ഥലത്ത് പോലും മുഹമ്മദ് എന്ന് അല്ല വിളിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല ഈമാൻ തരുമാറാകട്ടെ. നമ്മളെ അത് പറയൂ. അള്ളാഹു പോലും മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അള്ളാഹു പോലും നബിതങ്ങളെ കുറിച്ച് പറയുമ്പോ റസൂലെ, നബിയെ എന്നാ വിളിക്കുക. അള്ളാഹു പോലും വിളിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല പോലും വിളിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാ അയ്യുഹൽ മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, നബിയേ, റസൂലേ, എന്ത് ബഹുമാനത്തോടുകൂടി അള്ളാഹു പോലും നബിതങ്ങളെ വിളിച്ചത്. നമുക്കെല്ലാം നിസ്സാരമായി പോയി, നമുക്കെല്ലാം നിസ്സാരമായി പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ മാറണം. നബിതങ്ങളോടുള്ള മഹബത്ത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കൊണ്ടു നടക്കണം. ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം, നബിതങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ അത് മുറുകെ പിടിക്കുവാനും അനുസരിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് തയ്യാറാകാതെ വരുമ്പോ, ആ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട കാരണം, എന്തുകൊണ്ടാണ് പരിഗണിക്കാൻ പറ്റാത്തത്? അതിന്റെ കാരണം അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സീല് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു നമ്മുടെ ചെവി അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആനിലേക്ക് മടങ്ങലല്ലാതെ വേറെ വഴിയില്ല. ഉമ്മ നന്നാകണോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങി വാ. ഖുർആനിനെ ബഹുമാനിക്ക്, ഖുർആനിനെ ആദരിക്ക്, ഖുർആനിനെ പരിഗണിക്ക്. നിന്റെ ഏറ്റവും വലിയ പരാതി എന്താണ്? എല്ലാവരും പറയുന്ന, ഉസ്താദേ, കച്ചവടമില്ല, സമാധാനമില്ല, വീട്ടിൽ സന്തോഷമില്ല, പരസ്പരം കടന്ന് തമ്മിലടിയാണ്, ഭർത്താവും ഭാര്യയും കീരിയും പാമ്പിനെ പോലെയാണ്, സമാധാനമില്ല, സമ്പത്തില്ല, ബർക്കത്തില്ല. എങ്ങനെ ഉണ്ടാകാനാ സഹോദരാ? എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒറ്റ കാരണം പറയാ. പെണ്ണുങ്ങൾ പലരും പറയുന്ന സങ്കടമാണ്, ഉസ്താദേ, സാമ്പത്തികമായി വലിയ ഞെരുക്കമായി, സമാധാനമില്ല, വീടിന്റെ അകത്ത് സന്തോഷമില്ല. അതിന്റെ കാരണം നിനക്കറിയണോ? ആരും കൂടോത്രം ചെയ്തു വെച്ചതിന്റെ പേരിലല്ല, ആരും സിഹ്ർ ചെയ്തതിന്റെ പേരിലല്ല, കണ്ണീറിന്റെ പേരിലല്ല. എന്തുകൊണ്ടാണ് നിന്നെ സാമ്പത്തികമായി അല്ലാഹു ഞെരുക്കി കളഞ്ഞത്? നല്ല കച്ചവടമുണ്ടായവനാണ്, നല്ല ബിസിനസ് ഉണ്ടായവനാണ്, നല്ല വരുമാനം ഉണ്ടായവനാണ്. പെട്ടെന്ന് വരുമാനം നിലയ്ക്കുകയാണ്, സമ്പത്ത് നിലയ്ക്കുകയാണ്, സമാധാനം നഷ്ടപ്പെടുകയാണ്. അതിന്റെ കാരണം അറിയണോ? അതിന്റെ കാരണം അറിയണോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എല്ലാവരും പറയുന്നു, ഉസ്താദേ, പഴയതുപോലെ കച്ചവടമൊന്നുമില്ല, നല്ല വരുമാനമൊക്കെ ഉള്ളവരായിരുന്നു, ഇപ്പൊ ഇല്ല, വീട്ടിൽ സമാധാനമില്ല, കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുക്കളെ പോലെ പോരാടുകയാ, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല, വല്ലാത്തൊരവസ്ഥയാ ഉസ്താദേ. നാട്ടുകാർ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, എന്നാൽ സത്യത്തിൽ വീടിൻ്റെ അകത്ത് സമാധാനം പോലുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും കൂടോത്രം ചെയ്തതിൻ്റെ പേരിലാണോ? അല്ല. നിന്റെ കൊട്ടാരം പോലെയുള്ള വീടിന്റെ അകത്ത് ബർക്കത്തില്ല, സമാധാനമില്ല, റഹ്മത്തില്ല, സന്തോഷമില്ല, എല്ലാം ഉണ്ട്, എന്നാ ഒന്നും ഇല്ലാത്തവനെ പോലെ ഉരുകി ജീവിക്കുന്നല്ലോ. ഇതിന്റെ കാരണം പഠിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? ആരെങ്കിലും മുട്ട കുഴിച്ചിട്ടതിന്റെ പേരിലല്ല നിന്റെ കച്ചവടം പോയത്. ആദ്യം മനസ്സിലാക്ക്. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ഉസ്താദെ, കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്? കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല, നിനക്കാ കുഴപ്പം. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. വാതിൽ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ? ബാത്റൂമിന്റെ പൈപ്പ് ഇതിലേ പോയിക്കുന്നത് കൊണ്ടാണോ? ചുമ്മാതി പോയിക്കുന്നത്? അതൊക്കെ നേരത്തെ കാലത്ത് ചോദിക്കണം. താത്തമാർക്ക് അറിയേണ്ടതല്ലേ? നിന്റെ ഭർത്താവിന് എന്താണ് നിന്നോട് സ്നേഹമില്ലാത്തത്, വീട്ടിൽ സമാധാനമില്ലാത്തത്? കാശ് വരുന്നുണ്ട് ഉസ്താദെ, എങ്ങോട്ടോ പോകുന്നുണ്ട്, അത് ഇറങ്ങി ഓടുന്നതാ. അള്ളാഹു അതൊന്ന് നിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും പരാതി ഇതാ. ഇതിനെന്താ വഴിയെന്ന് അറിയിക്കണം. നിർത്താറായ
എന്താ ശംസുക്ക? പൈസ വരുന്നുണ്ട്, ഇറങ്ങി ഓടുന്ന ഒരു വഴിയുണ്ട് ഇല്ലേ? ഇതെങ്ങോട്ടാ ഓടുന്ന? എന്താ അഴിച്ചുവിട്ടേക്ക? ഇതല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? അതറിയണമെങ്കിൽ നീ എന്തിനാ മന്ത്രവാദി അടുത്ത് പോകുന്ന കാര്യം എന്തിനാ? ഓന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ എല്ലാം അങ്ങനെ കറക്കി കുത്തുന്നതാ. ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറെ എണ്ണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓന്റെ സമയം നോക്കണമെങ്കിൽ വേറെ എവിടെയും പോണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് 5 കാര്യം അള്ളാഹിക്ക് അറിയത്തുള്ളെന്ന്. എടാ, എല്ലാ മുസ്ലിമും പഠിക്കണം. 5 കാര്യം അള്ളാഹിനെ അറിയൂ. അള്ളാഹിക്ക് അല്ലാതെ ലോകത്ത് പേർക്കും ആർക്കും അറിയാത്ത 5 കാര്യമുണ്ട്. നീ പോവാ ഓരോ. ഇപ്പം അറബി ജ്യോതിശാല എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇരിക്കുന്നു. അറബി ജ്യോതിശാല എല്ലാം ചോദിച്ചാ ഓന്റെ കാര്യം എന്താന്ന് അവൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ചൂഷണം, ആത്മീയ ചൂഷണം വല്ലാത്തൊരു കാലവാ. എല്ലാ രീതിയിലും തുടങ്ങിയിരിക്കുക. പഠിച്ചവനെ നേരം വെളുത്ത് അങ്ങോട്ട് ഇരിക്കും. ഓരോന്നൊക്കെ റഹ്മാനായ റബ്ബേ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ലൈവാണോടാ വാഴ്? എന്തെങ്കിലുമൊക്കെ പേടിയാപ്പാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുരുവാ. എൻ്റെ വാഴാണെങ്കിലും കേൾക്കരുതെന്നാണ് ഞാൻ പറയുക. എൻ്റെ താത്താമാരോട് പറയുന്ന, നേരം വെളുത്ത് കഴിയുമ്പോൾ ഓരോ ഉസ്താദന്മാരും ഇങ്ങനെ കയറിയിരിക്കും. ദിക്കറും ദുആയും സ്വലാത്തും. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊക്കെ നമ്മൾ ഒരു വെള്ളം ഓതണമെങ്കിൽ ആരെടുത്ത് പോകും? ഉസ്താദിൻ്റെ അടുക്ക പോകും. ഉസ്താദിൻ്റെ അടുത്ത് പോവില്ലേ? വെള്ളമൊന്നും പോത്തില്ലേ? ഇവിടെ വെള്ളം ഓതണമെങ്കിൽ എന്താ പറയുക? അങ്ങനെ പറയണമല്ലോ. മന്ത്രിക്കാൻ ആരെടുത്താ പോന്നേ? ഉസ്താദിൻ്റെ അടുക്കൽ. ഒരു നൂല് ഓതണമെങ്കിൽ ആരെടുത്ത് പോകും? നിങ്ങൾ സ്വന്തം ഓതിക്കിട്ടോ? ഇല്ല, ഉസ്താദിൻ്റെ അടുത്ത് പോകും. ഇപ്പം അതൊക്കെ മാറി. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു. അപ്പം ഞാൻ ഒന്ന് കാണാൻ പോയി. ഞാൻ കാണാൻ പോയപ്പോൾ അയൽവാസിയായ ഒരു താത്ത ഓടി വന്നിട്ട് പറയുന്നു, എടി 2 ദിവസമായിട്ട് ആട് തീറ്റയും കുടിയൊന്നും ഇല്ലടി, ഒന്നും തിന്നുന്നുമില്ല, കുടിക്കുന്നുമില്ല. 2 ദിവസമായിട്ട് ആട് സത്യാഗ്രഹത്തിൽ കിടക്കാം. അപ്പം മോളോട് പറഞ്ഞു, അകത്തിരിക്കുന്ന വെള്ളം ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ. അകത്ത് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്നു. ഇത് കൊണ്ടുപോയി കുടിക്കാൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വിട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കൂടെ വന്ന ആളോട് ചോദിച്ചു, ആ വെള്ളം ഏതാ മോനെ? അത് ഉമ്മ രാവിലെ ഓൺലൈനിലൂടെ ഓതി വെച്ചിരിക്കുന്ന വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ ഏതോ ഉസ്താദിന്റെ ദിക്കറ് കെട്ടിയിട്ട് ഊതി വെച്ചിരിക്കുക. അതിന് നീ ദിക്കറ് കേൾക്കേണ്ട കാര്യം എന്താ? എൻ്റെ സഹോദരിയോട് ചോദിക്കുന്ന, രാവിലെ ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ദിക്കറ് പറയുന്നതിനേക്കാളും നല്ലത് സുബഹി നിസ്കരിച്ചിട്ട് നീ തന്നെ ഇരുന്നൊക്കെ പറഞ്ഞ് ഓതിയാ പോരെ. അതിന് ഉസ്താദിന്റെ പുറകെ പോകേണ്ട കാര്യം എന്താ? ഓൺലൈനിൽ ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ടിവിയും കണ്ട് ദിക്കറ് പറയുന്നതിനേക്കാളും അന്തസ്സില്ലേ സൂറത്തു ഫാത്തിഹ ഊതിയാ പോരെ. ഏത് രോഗവും മാറുമെന്ന് മഹാനായി നബിയിനാ റസൂലുള്ളാഹി. സൂറത്തിൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ ഓതി കുടിച്ചാ പോരെ? ആയത്തുൽ കുർസി ഓതി കുടിച്ചാ പോരെ? നീ എന്തിന് ഖുർആനിൽ ശിഫായിന്റെ ആയത്തുണ്ടല്ലോ, അത് രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ബർക്കത്തായിട്ട് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണോ ദീനിനെ? എൻ്റെ സഹോദരി, ഇപ്പൊ നിങ്ങളൊക്കെ ഇരുന്ന് വയത് കേൾക്കുന്നു. ഇപ്പൊ ഇരിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ഇരിക്കുന്നതിന് പ്രതിഫലമുണ്ടോ? ഇതിന്റെ ചുറ്റുഭാഗം മുഴുവനും അള്ളാന്റെ മലക്കുകൾ എനിക്ക് നിങ്ങൾക്കും ദുആ ചെയ്യാം. എന്നാൽ നാളെ രാവിലെ വീട്ടിൽ നിന്റെ പെണ്ണുമ്പിള്ള വഴുത് വെക്കുന്നത് എങ്ങനെ? അടുക്കളയുടെ സൈഡിൽ കലത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഫോണ്. ഇവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അവിടെ വഴുതും നടക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തലയിൽ പോലും തുണി ഉണ്ടാകണമെന്നില്ല. നിന്റെയൊക്കെ തലയിലെങ്കിലും തുണിയുണ്ടോ? എങ്ങനെ കേൾക്കേണ്ട ഒരു സാധനമല്ല വഴുത്. അങ്ങനെ കേൾക്കേണ്ട, അതൊരു പരിഹാസമാ, കളിയാക്കല. അങ്ങനെ കേൾക്കേണ്ടതല്ല. വഴുതെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വഴുതെന്ന് പറഞ്ഞാൽ ഇന്ന് കളിയാക്കും എല്ലാരും. ഉസ്താദന്മാര് രാത്രി വഴുതെന്ന് പറഞ്ഞ് പരിഹസിക്കും. വഴുത് പിരിവിനുള്ളതാണ്. അല്ലടാ ചങ്ങാതി, വഴുതെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, ഖിയാമത്ത് നാളുവരെയുള്ള സർവരും ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ പോലെയാകണം. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ല പറയാ, ഖിയാമത്ത് നാളുവരെയുള്ള സർവ്വ മുസ്ലിമീങ്ങളും ഈമാനിന്റെ വിഷയത്തിൽ ഇവളെ കണ്ടുപഠിക്കാൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ഒരു പെണ്ണ് ഖുർആനിലുണ്ട്. ആ പെണ്ണ് ജീവിതത്തിൽ ഒരേ ഒരു വഴുത കേട്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ പറഞ്ഞ പെണ്ണ് മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരുടെ ഭാര്യ? ആസിയ ബീബി ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. ഈ ആസിയ ബീബി പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ ഉമ്മയല്ല, പ്രവാചകന്റെ മകളല്ല, പ്രവാചക കുടുംബവുമായിട്ട് ബന്ധം പോലും ഇല്ലാത്തവളാ. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകൾ ആസിയ. ആസിയക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലായിരുന്നു, അത്രേ ഉള്ളൂ. കുളിക്കാൻ പോകുമ്പോഴാ ഫിർഔൻ കണ്ടിട്ട് കെട്ടിക്കാൻ പിടഞ്ഞ്. ആ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ കണ്ടുപഠിക്കാൻ അല്ലാഹ് പറഞ്ഞ്. ഈ ആസിയ നന്നായത്
ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടുള്ളൂ. ഒറ്റ വഴുത കേട്ടിട്ട് ആസിയ മുസ്ലിം ആയത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ല ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ട മഹദിയാണ് ആസിയ. ആ വഴുത് കേട്ടിട്ടാണ് ആസിയ മുസ്ലിമായ. ആരുടെ വഴുത്? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഴുത്. മൂസാ നബി ഫിർഔനിന്റെ മുമ്പിൽ നിന്ന് വഴുത് പറയുന്നത് ആസിയ ബീബി കേട്ടു. അതുകൊണ്ട് ആസിയ ബീബി മുസ്ലിമായി. നന്നായി, ആസിയ ബീബി മുസ്ലിമായി. ഞാനും നിങ്ങളും വഴുത് കേട്ട് വഴുത് പറയുന്ന ഉസ്താദിനെക്കാളും നല്ലതുപോലെ വഴുത് പറയാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട്. എന്നിട്ടും മാറ്റമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഇനിയെങ്കിലും ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആനിനെ ബഹുമാനിച്ചേ പറ്റൂ, ഖുർആനിനെ ആദരിച്ചേ പറ്റൂ. ആ ഖുർആനിനോട് നമ്മൾ കാണിക്കേണ്ട ബഹുമാനവും ആദരവും ഇല്ലെങ്കിൽ, ആ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നാൽ അള്ളാഹു നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി തള്ളിക്കളയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ ഹാഫിളീങ്ങളെയും ആലിമീങ്ങളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്കൊക്കെ നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിതങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മുറുകെ പിടിക്കണം. ആ ഖുർആനിനെ മനസ്സിലാക്കണം. ആ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം. ആ ഖുർആൻ നമ്മളുടെ വഴികാട്ടിയായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ആ ഖുർആനിന്റെ തണലിൽ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വീടിന്റെ അകത്ത് ഈ പ്രയാസമുണ്ടാകാനുള്ള കാരണമെന്താ? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇത്രയും വലിയ ഒരു ഇടങ്ങേറ്, ഇത്രയും വലിയ ഒരു ഞെരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ. അല്ലാഹു പറയുകയാ, ഞാനല്ല പറയുന്നത്. പെങ്ങളെ, നിന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ കരയുകയാ. 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്നാണ്. 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്നാണ്. ആ കണ്ണുനീര് വീഴുന്ന സ്ഥലം ഒരിക്കലും രക്ഷപ്പെടൂല. ആ കണ്ണുനീര് വീഴുന്ന സ്ഥലം ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒന്നാമത്തെ സ്ഥലം പള്ളിയാണ്. ഒന്നാമത്തെ സ്ഥലം പള്ളിയാണ്. പള്ളി കരയാൻ പാടില്ല. പള്ളി ഒരിക്കലും കരയാൻ പാടില്ല. പള്ളി കരയുന്നത് എപ്പോഴാണെന്നറിയുമോ? നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാ പള്ളി കരയും ബാപ്പാ, പള്ളി കരയും ചെറുപ്പക്കാരാ. പള്ളി സങ്കടപ്പെട്ട പള്ളിയുടെ അയൽവാസികൾ അറിയും സഹോദരാ. എന്ത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? ഒന്ന്, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാ പള്ളി കരയും. അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാ, അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാ. 2, ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, തുറന്നു ഓതുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, സൗദി പോയപ്പോ കൊണ്ടുവന്നതാ, അവിടെ നിന്ന് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ കൊണ്ടിങ്ങ് വന്നു, അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, അത് തുറന്നു ഓതുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ വീട് മുടിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായോ കാരണം എന്താന്ന്? ഇപ്പൊ എന്താന്ന് മനസ്സിലായോ? നിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകാത്തതിന്റെ കാരണം വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത്തൻ ലൻകാ. അല്ലാഹ് പറഞ്ഞതാ. ഉസ്താദ് അർത്ഥം ചോദിച്ചു നോക്ക്. അള്ളാഹു പറയുന്നു, പരിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ നിന്റെ മഈസത്ത് അള്ളാഹു തകർത്ത് കളഞ്ഞു. നിന്റെ കച്ചവടമൊക്കെ പോയി, നിന്റെ സമ്പത്ത് മുഴുവനും പോയി, നിന്റെ സമാധാനം പോയി. എടാ, കേറിക്കിടക്കാൻ കൊട്ടാരം പോലെയുള്ള വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, ലക്ഷങ്ങളുടെ കാറ് നിനക്ക് സഞ്ചരിക്കാനുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട്, മക്കളുണ്ട്, എല്ലാം നിനക്ക് അല്ലാഹു തന്നു. എന്നിട്ടും പറയുന്നു, ഉസ്താദേ ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ തോന്നുകയാണ്, സമാധാനമില്ല.
അതിന്റെ കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. പെങ്ങളെ എല്ലാ ദിവസവും എടുത്തു ഓതുമോളെ, ഒരായത്തെങ്കിലും ഓതുമ്മ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്തു പാരായണം ചെയ്യ്, ആ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്യ്. ഒരു സൂറത്തെങ്കിലും ഓത്, ഒരു ചുംബനമെങ്കിലും കൊടുക്ക്. ആ ഖുർആനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കി എടുക്ക്. അല്ലാ, വീട്ടിൽ സമാധാനം വരികയാ, വീട്ടിൽ സമാധാനം വരികയാ. നമ്മളൊക്കെ ഒരു ചെറിയ കുടിലിന്റെ അകത്ത് ജീവിച്ചവരാണ്. സമാധാനമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, അടിയും വഴക്കുമില്ല. എന്തൊരു സന്തോഷമായിരുന്നു സഹോദരാ. നമ്മളൊക്കെ ഒരു കുടുംബത്ത് ജനിച്ചവരാണ്. അന്ന് കൊട്ടാരം പോലെയുള്ള വലിയ വീടില്ല, ചെറിയ വീടായിരുന്നു. അവിടെ സ്നേഹമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, ബർക്കത്തുണ്ടായിരുന്നു, റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയുമോ? അതിന്റെ കാരണം എന്താണെന്നറിയുമോ സഹോദരാ? ഇന്ന് കൊട്ടാരം പോലെയുള്ള വീട് പണിതാലും തറവാട്ടിൽ പോയി കിടക്കുമ്പോ ഒരു സുഖമാ മോനെ. തറവാട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ എന്ത് സമാധാനമെന്നറിയുമോ? അതിന്റെ കാരണം നമ്മുടെ ഉമ്മയാണ്. അതിന്റെ കാരണം നമ്മുടെ ഉമ്മയാണ്. അല്ലാ, മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മമാരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ്, ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഉമ്മ ഒരുങ്ങി വരികയാണ്, ഒന്നുപെടുത്തിട്ട് വരികയാണ്, മുസല്ലയിലേക്ക് വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്ന ദിക്റാ. പടച്ചവനെ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുകയാണ്, ഉമ്മ മഗ്രിബ് നമസ്കരിക്കുകയാണ്, സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്. അല്ലാ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ എടുക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. പിന്നെ ഉമ്മ ഒറ്റ ഇരുത്തമാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണ്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുകയാണ്, സൂറത്തു സജദ ഓതുകയാണ്, സൂറത്തു റഹ്മാൻ ഓതുകയാണ്, സൂറത്തു യാസീൻ ഓതുകയാണ്. മഗ്രിബ് നമസ്കാരത്തിന് 10 മിനിറ്റ് മുമ്പിരുന്ന ഉമ്മ ഇശാ വരെ ഇരുന്ന് ഖുർആൻ ഓതുകയാ. 5 സൂറത്താ വാപ്പാ. ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുകയാണ്, മക്കളെ, വീട്ടിൽ സമാധാനം വേണോ? വീട്ടിൽ സന്തോഷം വേണോ? ബറക്കത്ത് വേണോ? റഹ്മത്ത് വേണോ? അള്ളാന്റെ സഹായം വേണോ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ അകത്ത് ഉമ്മയിരുന്ന് ഓതിയ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അതിന്റെ പ്രതിഫലം നിനക്കറിയുമോ? 2.25 പേജല്ലേ ഉള്ളൂ, 2.25 പേജല്ലേ ഉള്ളൂ. സൂറത്തുൽ വാഖിഅ ഓതാൻ 5 മിനിറ്റ് മതി സഹോദരാ. ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താ അല്ലാഹു ആ വീട്ടിലൊരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടുകാർ മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. അവർക്ക് ദാരിദ്ര്യം അല്ലാഹു കൊടുക്കൂല. പറഞ്ഞത് ഞാനല്ല, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. ഇൻഹുവ ഇല്ലാ വഹയ്യുഹാ.
നബിതങ്ങൾ അല്ലാഹു പറയാതെ ഒന്നും പറയില്ലല്ലോ. സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല വാപ്പാ. വീട്ടിൽ നിർബന്ധമാക്ക്, നിന്റെ വീട്ടിൽ ഫർളാക്ക്. നിർബന്ധമായി നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ ആരെങ്കിലും വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. അത് വീടിന്റെ അകത്ത് നിയമമാക്ക്, അത് വീടിന്റെ അകത്ത് നിയമമാക്ക്. ഉമ്മ രണ്ടാമത് ഓതുന്ന സൂറത്തുൽ മുൽക. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അറിയുമോ പെങ്ങളെ, സൂറത്തുൽ മുൽക് പാരായണം ചെയ്താൽ 30 ആയത്തല്ലേ ഉള്ളൂ. ഈ സൂറത്തിന്റെ മഹത്വം അറിയുമോ സഹോദരാ? ഈ സൂറത്തിന്റെ മഹത്വം അറിയുമോ സഹോദരാ? 6 അടി മണ്ണിനകത്ത് വരും ചെറുപ്പക്കാരാ. ഈ സൂറത്ത് 6 അടി മണ്ണിനകത്ത് വരികയാണ്. നിന്റെ ഖബറിലെ കൂട്ടുകാരനാണ്, നിന്റെ ഖബറിലെ കൂട്ടുകാരനാണ്. മലക്കുകളോട് പറയുന്നു, എന്നോട് ചോദിക്ക്, ഞാൻ പറയാ. അവനെ വിട്ടേക്ക്, അവനെ വിട്ടേക്ക്. അള്ളാഹുവിന്റെ മലക്കുകളോട് പറയുന്ന സൂറത്താ. നബി തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി യാത്രമധ്യയിൽ താമസിക്കുകയാണ്, മരുഭൂമിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നത്. ഞെട്ടിയുണരുകയാണ്. ആരാ അല്ലാഹ്? രാത്രിയിൽ മരുഭൂമിയിൽ ഖുർആൻ ഓതുന്നതാരാ അല്ലാഹ്? പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരെയും കാണാറില്ല. പിന്നെയും കിടക്കുകയാണ്. രണ്ടാമതും ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. വാതില് തുറന്ന് പുറത്തിറങ്ങി, മരുഭൂമിയിൽ ആരെയും കാണാനില്ല. പിന്നെയും വന്ന് കിടക്കുകയാണ്. മൂന്നാമത് ഖുർആൻ ഓതുമ്പോ ആ സ്വഹാബിക്ക് മനസ്സിലായി ഓതുന്നത് മണ്ണിനടിയിൽ നിന്നാ. ഖബറിന്റെ മുകളിലാ കിടക്കുന്നത്, ഖബറിന്റെ മുകളിലാണ് കിടക്കുന്നത്. ഖബറിനകത്ത് നിന്നാണ് ഖുർആൻ കേൾക്കുന്നത്. സ്വഹാബി പേടിച്ചു ഓടുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് അത്ഭുതത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖുർആൻ കേട്ടു നബിയേ. ഖബറിനകത്ത് നിന്ന് ഖുർആൻ കേട്ടു നബിയേ. റസൂലുള്ളാഹ് ചോദിക്കുന്നു, എന്ത് അത്ഭുതമാ? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ. സൂറത്തുൽ മുൽക് പാരായണം ചെയ്താൽ അത് ഖബറിനകത്ത് വരും ബാപ്പാ. الرحمن علم القرآن خلق الإنسان علمه البيان. സൂറത്തുർ റഹ്മാൻ ഓതടോ, സൂറത്തുർ റഹ്മാൻ ഓതടോ. ആകാശത്ത് നിന്ന് റഹ്മത്തിന്റെ മാലാകമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. നബി തങ്ങളോട് സ്വഹാബി പറഞ്ഞു, നബിയേ, ഇന്നലെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിയപ്പോ വീടിന്റെ പുറത്ത് കെട്ടിയിട്ടിരുന്ന ഒട്ടകങ്ങളും കുതിരകളും കിടന്ന് ബഹളം വെക്കുന്നു നബിയേ. ഞാൻ ഖുർആൻ നിർത്തിയിട്ട് വെളിയിലിറങ്ങിയപ്പോ വീടിന്റെ പുറത്ത് കെട്ടിയിട്ടിരുന്ന മൃഗങ്ങൾ ശാന്തമാവുകയാണ്. ഞാൻ രണ്ടാമത് വീടിന്റെ അകത്ത് കയറി ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ മൃഗങ്ങൾ കിടന്ന് ചാടുന്നു നബിയേ. എനിക്ക് പേടിയായി നബിയേ. ഖുർആൻ ഓതുന്നത് നിർത്തി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നീ ഓതിയ സൂറത്തേതാ? നീ ഓതിയ സൂറത്തേതാ? സൂറത്തുർ റഹ്മാനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ മൃഗങ്ങൾ ചാടിയതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ ഭവനത്തിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. സൂറത്തുൽ സജദ ഓത്, ഉംറ ചെയ്ത കൂലിയല്ലേ. സൂറത്തു യാസീൻ ഓത്, ദുആഇക്ക് ഇജാബത്തുള്ള സൂറത്തല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ ബഹുമാനിക്ക്, അതിനെ ആദരിക്ക്, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അത് പാരായണം
പാരായണം ചെയ്യ്, ഖുർആൻ പറയുന്നത് പോലെ ജീവിക്ക്, ഖുർആനിനെ ഇഷ്ടപ്പെട്. അല്ലാ, ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, നിബിതങ്ങളോടുള്ള മഹബത്തിന്റെ ഒന്നാമത്തെ അടയാളം ആ നിബിതങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ, അതിനെ ബഹുമാനിക്ക്, അതിനെ ആദരിക്ക്, അത് പിൻപറ്റി ജീവിക്ക്, ആ ഖുർആൻ മുറുകെ പിടിക്ക്. അല്ലാഹുവേ, ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. പടച്ചവരെ, ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹു ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കറക്റ്റ് 11:15, കറക്റ്റ് ടൈമിങ്ങിലാണ് വണ്ടി പോകുന്നത്. അല്ലാഹു അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. ഇതുപോലെ അവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ കാണണം. അതിന് ഖുർആനിലെ 2 ആയത്തുകൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ? 2 ആയത്ത് പറഞ്ഞു തരട്ടെ. ഓതൂലേ? ഓതൂലേ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിർത്താറായില്ലേ? ഇപ്പം 11:15 ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തന്നെ കൊടുക്കേണ്ട വരും. പിരിവിന്റെ കാര്യമാ പറയുന്നത്, ജ്യൂസ് അടിക്കാനാ പറയണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ 2 ആയത്ത് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റേ. ആ കസേര ഒന്ന് മുമ്പോട്ട് കൊണ്ടുവന്നേ. എൻ്റെ അടുത്തോട്ട് വാ. ദുആ ചെയ്യാൻ എളുപ്പം വാ. കസേര എടുത്തിട്ട് വാ. കസേര എടുത്തിട്ട് ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് കയറിക്കോ. പോണ്ടതൊക്കെ പൊക്കോ, നല്ലതൊക്കെ കയറിക്കോ. അപ്പൊ ഇങ്ങോട്ട് മൈക്ക് സെറ്റുകാരൻ്റെ പുറകിൽ നിന്നൊക്കെ വാ മക്കളെ. മുത്തലിങ്ങളൊക്കെ എഴുന്നേറ്റ് വാ. ഇങ്ങ വാ. മുത്തലിങ്ങൾ അവിടെ ഇരുന്നോ. ഈ സൈഡിൽ ഇരിക്കണവരെല്ലാം ഇങ്ങോട്ട് കയറിക്കോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പെട്ടെന്ന് കയറി. 2 ആയത്ത് പറഞ്ഞു തന്നിട്ട് ഞാൻ ദുആ ചെയ്യാം. പെട്ടെന്ന് കയറിപ്പാ. പെട്ടെന്ന് കയറിക്കോ. അൽഹംദുലില്ലാഹ്. രാവിലെ നബിദിന ഇവിടെ റാലിയൊക്കെ ഇല്ലേ? നബിദിന പരിപാടിയൊക്കെ ഇല്ലേ നാളെ? നബിദിനത്തിന്റെ പരിപാടിയൊക്കെ നാളെ ഇല്ലേന്ന്? വെള്ളം ഒഴി പ്രസിഡന്റ്. പെട്ടെന്ന് കയറിക്കോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇരിക്കിരിക്കുക. അൽഹംദുലില്ലാഹ്. 2 ആയത്ത് ഓതൂലേ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏതാ സൂറത്തിന്റെ പേര്? ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏതാ? സൂറത്ത് തൗബ. അൽഹംദുലില്ലാഹ്. ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കണമെന്നാണ്. ഖുർആനിലെ ഖുർആനിലൊരു സൂറത്തുണ്ട്. ആ സൂറത്തിലെ ഏത് ആയത്തെടുത്ത് നോക്കിയാലും ആ ആയത്തിൻ്റെ അകത്ത് അല്ലാഹുടെ പേരുണ്ട്. ഖുർആനിലൊരു സൂറത്തുണ്ട്. ആ സൂറത്തിലെ ഏത് ആയത്തെടുത്താലും അതിനകത്ത് ആരുടെ പേരുണ്ട്? അല്ലാഹുടെ പേരില്ലാത്ത ഒരായത്തും ഇല്ല ആ സൂറത്തിൽ. അതേത് സൂറത്താ? ഏത് സൂറത്താ? നിങ്ങളോട് ചോദിച്ചില്ലല്ലോ അവിടെ. എങ്ങനെ? ഏത് സൂറത്താ? വീട്ടിൽ പോയിട്ട് നോക്കണം കേട്ടോ. ഏതായത്തെടുത്താലും അല്ലാഹുടെ പേരുണ്ട്. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലു ഫീ സൗജിക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുജാദല. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. നബിതങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും,
ഒരിക്കൽ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഇല പൊഴിഞ്ഞു വീഴില്ല, അങ്ങനെ ഒരു മരമുണ്ട്, ഏതാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഇല പൊഴിഞ്ഞു വീഴാത്ത ഒരു മരമുണ്ട്, അതേത് മരവാ? നിങ്ങൾ എന്തോ എന്നെ ഇങ്ങനെ നോക്കണേ. ഇല പൊഴിഞ്ഞു വീഴാത്ത ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഇല എന്ത് ചെയ്യില്ല? ആ മരത്തിന്റെ ഇല പൊഴിഞ്ഞു വീഴുവോ? അങ്ങനെ ഒരു മരമുണ്ട്, ആ മരം ഏതാ? എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, നബിതങ്ങളാ ചോദ്യം ചോദിക്കുന്നത്. ആ കാലത്തുള്ള മരം ഏതാ? നിങ്ങളൊന്നും ഗൾഫിൽ പോയിട്ടില്ലേപ്പാ? നിങ്ങൾ ഗൾഫിൽ പോയിട്ടില്ലേ? ഈത്തപ്പഴ മരത്തിന്റെ ഇല പൊഴിഞ്ഞു വീഴുവോ? ഈത്തപ്പന മരത്തിന്റെ ഇല പൊഴിഞ്ഞു വീഴുവോ? ചിന്തിച്ചാ പോരായിരുന്നു? ആ ഈത്തപ്പന മരത്തെ പോലെ നിങ്ങൾ എന്ന് നബിയിന റസൂലുള്ളാഹി. ഈത്തപ്പഴ മരത്തിന്റെ ഇല തെങ്ങിന്റെ പോലെ വീഴണ പോലെ വീഴുവോപ്പാ? ഈത്തപ്പഴത്തിൽ നിന്ന് 5 ഗുണം പഠിക്കാനുണ്ട് നമുക്ക്. ഈത്തപ്പന മരത്തിനെ പോലെ ആകണമെന്ന ഒരു സത്യവിശ്വാസി ഉപമിച്ചത് അങ്ങനെ. അള്ളാഹു നമ്മളെ അതുപോലെ ആക്കി തരുമാറാകട്ടെ. ഏത് കൊടുങ്കാറ്റടിച്ചാലും ആ ഈത്തപ്പഴത്തിന്റെ മരം ചുവട് സഹിതം വീഴൂല, ഒടിയുമായിരിക്കും, പക്ഷെ അത് ചുവടോടെ വീഴൂല. കാരണം അതിൻ്റെ വേരുകൾക്ക് വല്ലാത്ത ഉറപ്പ. അള്ളാഹു നമ്മൾ അതുപോലെ ആക്കി തരുമാറാകട്ടെ. ഏത് കൊടുങ്കാറ്റടിച്ചാലും വീഴാത്ത ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചത് സൂറത്തു തൗബ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയൂ. ലോകത്ത് ഒരു സമയത്ത് ഒരു മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു അമല്, ഒരു സമയത്ത് ലോകത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റും, വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു അമലുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതമല? സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു ക്വിസ് മത്സരം വെക്കണം കേട്ടോ. ആർക്കെങ്കിലും അറിയാവോ? ഒരു സമയത്ത് ഒരേ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഉമൽ, ഒരാൾ ചെയ്യുമ്പോൾ ലോകത്ത് വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു അമലുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? പ്രസിഡന്റ് ഒരു ഗിഫ്റ്റ് മേടിച്ചു തരും. ഇവിടെ എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, ഒരാള് ഹജറുൽ അസ്വദിനകത്ത് മുത്തുമ്പോ വേറെ ആർക്കെങ്കിലും മുത്താൻ പറ്റുമോ? ഒരാൾ ഹജറുൽ അസ്വദിനകത്ത് മുത്തുമ്പോ വേറെ ആർക്കെങ്കിലും മുത്താൻ പറ്റുമോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഞാനിപ്പം പോയി മുത്താൻ പോയപ്പോ ഞാൻ മുത്തുന്ന സമയത്ത് വേറെ ആരും മുത്തുന്നില്ല. ഒരാൾക്ക് ഒരു സമയത്ത് ഹജറുൽ അസ്വദിനകത്ത് ഒരാൾക്ക് മുത്താൻ പറ്റും. അയാൾ മുത്തുന്ന സമയം വേറെ ലോകത്ത് ഒരാൾക്കും അത് മുത്താൻ പറ്റൂല. അള്ളാഹു അത് പോയി മുത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹു മുത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്ത്, സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിസ്മിയില്ലാത്ത സൂറത്താണ്. അതുകൊണ്ട് നിങ്ങൾ ആ 2 ആയത്തുകൾ പാരായണം ചെയ്യ്. മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുമെന്ന് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ തുടങ്ങിക്കോ. നാളെ